ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ 3rd ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 9, 10 ആൻഡ് 11. ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രൂവ് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. cos 3π/2 plus x cos 2π plus x cot of 3π/2 minus x plus cot 2π plus x is equal to 1. ഓക്കെ, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, cos 3π/2 plus x എന്ന് പറഞ്ഞാൽ sin x ആണ്. cos 2π plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x ആണ്. cot 2π plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cot x ആണ്. cot 3π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? tan x ആണ്. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 3π/2 plus x എന്ന് പറഞ്ഞാൽ sin x. ഇനി cos 2π plus x എന്ന് പറഞ്ഞാൽ cos x. ദെൻ cot 2π plus x എന്ന് പറഞ്ഞാൽ cot x. cot 3π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ tan x. നമ്മൾ എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാവുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റത്തത് sin x cos x, പിന്നെ cot 3π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ tan x ആണ്. tan x ഞാൻ ഇപ്പുറത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ cot 2π/x ആദ്യം കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ദെൻ നോക്കിയേ, sin x ഇൻറ്റു cos x. കോട്ടിനെ ഞാൻ എന്ത് ചെയ്തു? cos ബൈ സൈൻ എന്ന് എഴുതി. ടാനിന് സൈൻ ബൈ കോസ് എന്ന് എഴുതി. അപ്പോൾ ഈ കോസും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. പിന്നെ ക്യാൻസൽ ചെയ്യാൻ ഇൻറ്റു അല്ലല്ലോ അവിടെ, സോറി കേട്ടോ. ഇവിടെ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് നമ്മൾ എന്ന് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക കേട്ടോ. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ്, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്, ദെൻ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് സൈൻ കോസ് എക്സ്. സൈൻ ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ക്യാൻസൽ ആയി പോകും. ദെൻ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് അഥവാ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ RHS ആയില്ലേ? നമ്മൾ LHS എന്ന് തുടങ്ങി എവിടേക്ക് എത്തി? RHS ആയി. അപ്പോൾ LHS ഈക്വൽ ടു എന്തായി? RHS ആയി. ഓക്കെ, ദെൻ അടുത്തത് പ്രൂവ് ദ ഫോളോയിങ്. sin of n plus 1x sin of n plus 2x plus cos of n plus 1x into cos of n plus 2x is equal to cos x. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. cos of a minus b. എന്താണ് cos of a minus b? cos a cos b sin a sin b. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതായത് പ്ലസ്സിനെ നമുക്ക് 1 + 2 എന്ന് എഴുതിയാലും 2 + 1 എഴുതിയാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ cos a cos b പ്ലസ് sin a sin b എഴുതിയാലും sin a sin b പ്ലസ് cos a cos b എഴുതിയാലും ഒന്ന് തന്നെയാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് n+1 ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുക. ഇതിങ്ങനെ ഞാനിതൊക്കെ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ a n+2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b. ഇതിങ്ങനെ b. n+1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a. ഇത് a. n+2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b. ഇനി ഒന്ന് നോക്കിയേ, ഇനി ആ ബ്രാക്കറ്റിലുള്ളതല്ല, ഞാൻ എഴുതിയ എയും ബിയും പറഞ്ഞു നോക്കുക കേട്ടോ. sin a sin b പ്ലസ് cos a cos b. കണ്ടോ, sin a sin b പ്ലസ് cos a cos b എന്ന് പറഞ്ഞാൽ cos ഓഫ് a മൈനസ് ബി ആണ്. എന്താണ്? cos ഓഫ് a മൈനസ് ബി ആണ്. ആ വാല്യൂ നമ്മൾ ഇനി ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. cos ഓഫ് a മൈനസ് ബി എന്താ? n+1 ഇൻറ്റു എക്സ് മൈനസ് n+2 ഇൻറ്റു എക്സ്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. n ഇൻറ്റു എക്സ് എൻ എക്സ്, 1 ഇൻറ്റു എക്സ് എക്സ് മൈനസ് ദെൻ n ഇൻറ്റു എക്സ് എൻ എക്സ്, n ഇൻറ്റു എക്സ് 2x. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് ആവും. ഇവിടെ പ്ലസ് എൻ എക്സ് ഉള്ളത് മൈനസ് എൻ എക്സ് ആയി, പ്ലസ് 2x ഉള്ളത് മൈനസ് 2x ആയി. എൻ എക്സും എൻ എക്സും ക്യാൻസൽ ആയി. ഓക്കെ, എക്സ് മൈനസ് 2x
എക്സ് മൈനസ് 2x മൈനസ് എക്സ് വരും. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ആണ്. RHS ആയില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ LHS തുടങ്ങി എവിടേക്ക് എത്തി? RHS എത്തി. അപ്പോൾ കോസ് ഓഫ് എ മൈനസ് ബി മറക്കണ്ട. എന്താണ് കോസ് ഓഫ് എ മൈനസ് ബി? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇനി 11ാമത്തത് അതും പ്രൂവ് ചെയ്യാനാണ്. നമുക്ക് ഇതിലൂടെ ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കാം. കോസ് 3π/4 എക്സ് പ്ലസ് എക്സ് മൈനസ് കോസ് 3π/4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു -√2 സൈൻ എക്സ്. ഓക്കെ, നോക്കുക. LHS എന്ന് തുടങ്ങി ഞാൻ കേട്ടോ. LHS എന്ന് തുടങ്ങി. നോക്കി, കോസ് എക്സ് മൈനസ് കോസ് വൈ, ഇതിൻ്റെ ഐഡൻറ്റിറ്റി കൊടുക്കുക. എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ? ഇവിടെ തന്നിട്ടുണ്ട് -2 സൈൻ എക്സ് പ്ലസ് y/2 സൈൻ എക്സ് മൈനസ് y/2. എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ? സൈൻ -2 സൈൻ എക്സ് പ്ലസ് y/2 സൈൻ എക്സ് മൈനസ് y/2. ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3π/4 പ്ലസ് എക്സ് ആണ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3π/4 മൈനസ് എക്സ് ആണ്. വാല്യൂ കൊടുക്കുക. -2 സൈൻ 3π/4 പ്ലസ് എക്സ് പ്ലസ് 3π/4 മൈനസ് എക്സ്. ഓക്കെ, എക്സും വൈയും കൊടുത്തു /2. ഇവിടെ എക്സ് മൈനസ് വൈയും കൊടുത്തു. ഇനി ഇവിടെ എക്സും മൈനസ് എക്സും ക്യാൻസലായി. ഓക്കെ, പിന്നെ 3π/4 പ്ലസ് ആണ്. ഡിനോമിനേറ്റർ രണ്ടും 4 ആണ്. എങ്ങനെ എഴുതിയ കാണിച്ചു തരാം കേട്ടോ. ഡിനോമിനേറ്റർ രണ്ടും 4 ആണ്. അപ്പോൾ ആ ഡിനോമിനേറ്റർ തന്നെ എഴുതി. 3π - 3π കൂട്ടിയാൽ 6π/2. ഓക്കെ ആണ്. ഒന്നും കൂടി കേട്ടോ, ഒന്നും കൂടിയേ. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസലായി. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ആ ഡിനോമിനേറ്റർ തന്നെ എഴുതി. 3π + 3π 6π/2. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയോ? 3π/4 പ്ലസ് എക്സ് മൈനസ് ആയതുകൊണ്ട് ഇതിവിടെ പോസിറ്റീവ് അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആവും, ഈ മൈനസ് പ്ലസ് ആവും. അപ്പോൾ 3π/4 - 3/4 ക്യാൻസൽ ആവും. എക്സ്ക്ക് എക്സ് കൂട്ടിയാൽ എത്രയാ? 2x. അപ്പോൾ 2x/2 എന്ന് വരും അടുത്ത സ്റ്റെപ്പിൽ. കണ്ടോ? ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് 3π/2 × 1/2 ആയതെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോണേ. ഈ 6ന്റെ പകുതി എത്രയാ? 3 ആണ്. 4ന്റെ പകുതി എത്രയാ? 2 ആണ്. 1 മിനിറ്റ്. ഓക്കെ, 6ന്റെ പകുതി 3 ആണ്. 4ന്റെ പകുതി 2 ആണ്. അങ്ങനെയാണ് 3π/2 ആയത്. ഇനി എങ്ങനെ 1/2 ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു നമ്പറാണ്. ഇതിനെയും നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ 2/1 എന്ന് എഴുതാം. അപ്പോൾ മുകളിൽ 3π/2 / 2/1 എങ്ങനെ ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ ചെയ്യുക? തിരിച്ചിട്ടിട്ട് ഗുണിക്കണം. അപ്പോൾ 3π/2 × 2/1 എന്താവും? 1/2 ആവും. ഓക്കെ, ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ സൈൻ എക്സ് ആയില്ലേ? ഇവിടെ എന്താവും? -2 സൈൻ 3π/2 × 2 എത്രയാ? 4. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയതുകൊണ്ട് സൈൻ എക്സ് ആയി. ദെൻ സൈൻ 3π/4 ഞാൻ 3 × 180/4 എന്നാക്കി. 3 × 180 പൈയുടെ വാല്യൂ കൊടുത്തു. പൈയുടെ വാല്യൂ എത്രയാണ്? നമ്മൾ റേഡിയൻ ആണ് പൈ. അതിനെ നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ പൈക്ക് 180 കൊടുക്കണം. അല്ലാതെ 3.14 അല്ലെങ്കിൽ 22/7 അല്ല കേട്ടോ. ആംഗിൾ ആക്കി മാറ്റുക. ഓക്കെ, പൈ റേഡിയൻ ആണ്, അതിനെ നമ്മൾ ഡിഗ്രി ആക്കി മാറ്റി 180 കൊടുത്തു. ദെൻ ഇനി 180/4 ചെയ്യാം. 18ൽ എത്ര ഉണ്ട്? 4 16. ബാക്കി എത്ര ഉണ്ട്? 2 ആണ്. അപ്പോൾ I4 20 അല്ലെ? 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ അവിടെ കട്ട് ചെയ്ത് കാണിച്ചതെന്നാണ്. ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ വരും. 4 16. 18ന്ന് 16 പോയ 2 0ത്തിന് അറക്കിയത് I4 20 കണ്ട 45. ഓക്കെ, ദെൻ 3 × 45 135 വരും. അപ്പോൾ -2 സൈൻ 135 × സൈൻ എക്സ്. 135നെ 180 - 45 എന്നാക്കി. 180ന്ന് 45 കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 135 കിട്ടുക. പീരിയോഡിക് ഫംഗ്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ 180 - 45 എന്ന് പറഞ്ഞാൽ, അഥവാ സൈൻ 180 - എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ആണ്. സൈൻ 180 - എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ 180 - 45 എന്താവും? സൈൻ 45 ആവും. സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ റേഷ്യോ വരുന്ന ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ആൻസറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 45
45. 45 ഓപ്പോസിറ്റ് 1, 1, 90ക്ക് ഓപ്പോസിറ്റ് √2. അപ്പോൾ സൈന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 1/√2 കണ്ടോ, 1/√2 ഇൻറ്റു സൈൻ എക്സ്. ഇനി ഈ 2നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, √2 ഇൻറ്റു √2 നോക്കി. ഏതൊരു നമ്പറിനെയും അതിൻ്റെ റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ചെയ്താലോ. അപ്പോൾ 2നെ ഞാൻ √2 ഇൻറ്റു √2 നോക്കി. അപ്പോൾ ഇവിടുത്തെ √2ഉം √2 എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. ബാക്കി -√2. അപ്പോൾ -√2 ഇൻറ്റു 1 -√2. സോ -√2 സൈൻ എക്സ്. ഓക്കെ, ഇതല്ലേ നമ്മളുടെ RHSൽ നോക്കി, ഇതാ -√2 സൈൻ എക്സ്. അപ്പോൾ LHS എന്ന് തുടങ്ങി എവിടേക്ക് എത്തി, RHSലോട്ട് എത്തി. അപ്പോൾ LHSഉം RHS ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്തായി, പ്രൂവ് ആയി. ഓക്കെ.